ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് ഞങ്ങളെ വർത്താനം? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? നമുക്കിവിടെ അൽഹംദുലില്ലാ റാഹത്താണ്. നമ്മളിവിടെ നിന്ന് മാണിത്തട്ട പേരിയൊക്കെയാന്ന് വിചാരിച്ചുകൊണ്ട് അത് എൻ്റെ കൂട്ടുകാർക്ക് കാട്ടിത്തരാമെന്ന് എഴുതിയിട്ടാട്ടോ. ഇതിൻ്റെ മുന്നേ മാണിത്തട്ട കാട്ടീനും അത് ശരിയായിട്ടില്ല. അന്ന് എൻ്റെ ഫോണൊന്നും വലിയൊരു സുഖം ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ വലിയൊരു കുഴപ്പമില്ലാത്തൊരു ഫോണൊക്കെ നമുക്ക് കിട്ടിയിരിക്കണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നൊന്നും ശരിക്ക് കാട്ടിത്തരാമെന്ന് കരുതി കണ്ടാണ് കേട്ടോ. അപ്പോൾ നോക്കാം നിങ്ങൾ ഈ പോളി നല്ല വിലയുള്ള അതും ഇങ്ങോട്ട് എടുത്ത് കളയും. എന്നിട്ട് പിന്നെയാണ് അരിയുള്ളൂ കേട്ടോ. അതെടുത്ത് കളഞ്ഞങ്ങാണ്ട് ഇതും കൂട്ടി അരിയും. നമ്മളൊരു 3-4 പോളാണ് കളഞ്ഞങ്ങാണ്ട് നമ്മളൊന്നായിട്ടുണ്ട് അരിയലല്ലേ. അപ്പോൾ അങ്ങനെയല്ല, ഇത് ഇങ്ങനെ എടുത്ത് കളഞ്ഞങ്ങാണ്ടാണ് ഇവിടെ ഉപ്പേരി വെക്കുക. അപ്പോൾ അതാ നമ്മൾ അരി ഒന്ന് കഴുകി കളഞ്ഞങ്ങാണ്ട് രണ്ടാമത്തെ വെള്ളം അരി കഴുകി വെള്ളം എടുത്തുങ്ങാണ്ട് അതിക്കാണ് ഈ അരിഞ്ഞിടുന്നത് കേട്ടോ. കാരണം കറ പോകാൻ. ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിലും അങ്ങനെ വേണമെന്നൊന്നുമില്ല. കുറച്ച് ഉപ്പിട്ടുങ്ങാണ്ട് ആ വെള്ളത്തിൽ കരിഞ്ഞിട്ടാലും മതി, എന്നാലും കളറ് മാറൂല. അങ്ങനെയും ചെയ്യും ഇങ്ങനെയും ചെയ്യും. ഇതിപ്പോൾ നമ്മൾ ഏതായാലും അരി കഴുകാനയക്കണം. അപ്പോൾ ആ സമയമായപ്പോൾ അരിയൊക്കെ വെള്ളത്തിക്കാണ് ഇട്ടുകയെന്നുള്ളൂ. ഇതിനുണ്ടാവും ഒരു നൂലേ, അങ്ങനെ ഈ കത്തിമ പോരുന്നുണ്ട്. അപ്പം അങ്ങനെ അതും വലിച്ചിട്ടുങ്ങാണ്ട് അങ്ങനെ അരിയാണ്. ഇവിടെ മാണിത്തട്ട നമ്മൾ നാട്ടിൽ വെക്കണ മാതിരിയല്ല വെക്കുക കേട്ടോ. അപ്പോൾ അറിയാത്ത കൂട്ടുകാരുണ്ടാവും ഇതിപ്പോൾ എന്താ നമ്മളെ നാട്ടിൽ. ഞാൻ ഇവിടെ ഇന്നെ കെട്ടിച്ചിരിക്കുന്ന സേലത്തേക്കാണ്, ഞാൻ സേലത്താണുള്ളത്. അപ്പോൾ ഇവിടുത്തെ രീതിയാണ് ഇത് മക്കളെ. അപ്പോൾ അതാ മുരിങ്ങ അവിടെ പറിച്ച് വെച്ചിക്കണ്, ഇതും അവിടെ അരിഞ്ഞ് വെച്ചിക്കണ്. അതിൻ്റെ ഇടയിൽ ഒരു വെണ്ടക്ക കറി ഉണ്ടാക്കണം. അപ്പോൾ ആദ്യം ആ കറി അവിടെ അടുപ്പത്ത് വെച്ചിങ്ങാണ്ടേ അത് ഞാൻ പിന്നെ ഞങ്ങൾക്ക് കാട്ടി തന്നിക്കണ്. വെണ്ടക്ക കറിയും തന്നെ നമ്മളെ നാട്ടിലുണ്ടാക്കണ മാതിരി എല്ലാം ഉണ്ടാക്കുക. അപ്പോൾ അതാ അതിക്ക് 2 കടുവും കറിവേപ്പിൻ്റെ ഇല ഇട്ടാണ്ട് പൊടിച്ചിങ്ങാണ്ടേ ഒരു ഉള്ളി അരിഞ്ഞിട്ടുങ്ങാണ്ട് അതാണ് താളിച്ചിങ്ങാണ്ട് ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളിയും മല്ലിപ്പൊടിയും മുളകും പൊടിയും തേങ്ങയും ഒക്കെ കൂടി അരച്ചിങ്ങാണ്ടാണ് കേട്ടോ. വെണ്ടക്ക കറി വെക്കുമ്പോൾ എളുപ്പമുണ്ട്. കാരണം എല്ലാം കൂടി ഒന്നായിട്ടുണ്ട് അരച്ചിങ്ങാണ്ട് അങ്ങനെ താളിച്ചിങ്ങാണ്ടാവുന്നത് പാട്ടിങ്ങാണ്ടേ അതിക്ക് ആവശ്യത്തിനുള്ള പുളിയുണ്ട് ഒഴിച്ച് പറഞ്ഞങ്ങാണ്ട് അതൊന്ന് തളിച്ചതിൻ്റെ ശേഷം വെണ്ടയ്ക്കാണ് ഇട്ട അതൊന്ന് തളിച്ച് വന്ന കറിൻ്റെ പരിപാടി കഴിഞ്ഞു. അത് എളുപ്പമുണ്ട്. അപ്പോൾ അത് അന്ന് നമ്മളെ മാണിത്തട്ട ഉപ്പേരി വെക്കാനാണ് കേട്ടോ. പച്ചക്കടലപ്പരിപ്പാണ് ഇട്ടിക്കണത്. ഇവിടെ എന്തൊരു താളിച്ചാണെങ്കിലും അതിക്ക് 2 അല്ലിക്കൊന്നും ഇടൂല, ഒരുവിധ സാധനത്തൊക്കെ ഇടും പച്ചക്കടലപ്പരിപ്പ്. പിന്നെ കടുകിൻ്റെ ഒപ്പം ഉഴുന്നും ഉണ്ടാവും. അപ്പോൾ അത് ചോത്ത് എന്നിട്ടേ അതിക്ക് 2 അണി കടുക് ഇട്ടു. ഈ 2 ഇല കരിവേപ്പിൻ്റെ ഇലയുണ്ട്, അത് ഒഴിക്കണിട്ടുങ്ങാണ്ടേ ഉണക്കൽ മുളകാണ് കേട്ടോ. ഉണക്കൽ മുളകും കരിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടു. ഇനി അരിഞ്ഞ വെച്ച ഉള്ളി ഇനി നമ്മളെ മാണിത്തട്ടയ്ക്കാണ് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഒരുവിധം ചോന്നുക കേട്ടോ. ഞാൻ നല്ലോണം ഇളക്കിങ്ങാണ്ടേ കുറച്ച് നേരം കടന്ന് വേവട്ടെ. കൂടുതൽ വേവൊന്നുമില്ലേ, എളുപ്പം വേവും. പിന്നെ ഈ മുരിങ്ങൻ്റെ ഇല ഇടണത് എന്തിനാണെന്നറിയാം മക്കളെ? ഇവിടുത്തെ മാണിത്തട്ടക്ക് ഒരു ചമർപ്പാണ്. ആ ചമർപ്പ് ഒന്നുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഈ മുരിങ്ങൻ്റെ ഇല ഇടുന്നത്. പിന്നെ അതുമല്ല, കാണാനും നല്ല സ്റ്റൈലാണ്, തിന്നാനും നല്ല ടേസ്റ്റുമാണ് കേട്ടോ. മുരിങ്ങൻ്റെ ഇലയും മാണിത്തട്ടയും കൂടിയല്ലേ, അതൊരു സ്പെഷ്യൽ ടേസ്റ്റാണ്. ഇതാ മുരിങ്ങൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുക്കുക. കൂടുതലൊന്നുമില്ലേ, 1-2 ഇല ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാറി നിൽക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ കൂടുതൽ തോന്നുന്നുണ്ട്, പക്ഷേ കൂടുതലൊന്നുമില്ല, കുറച്ചുള്ളൂ. ഞാൻ ഇളക്കി മറിച്ച് വരുമ്പോൾ അറിയാം. നോക്കാം നിങ്ങൾ, കുറച്ചുള്ളൂ. അങ്ങനെ 2 കളറും കൂടി ആകുമ്പോൾ നല്ലൊരു ഭംഗിയാണ്, തിന്നാൻ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ട് ഇങ്ങനെ. ആ ഉപ്പ് വെള്ളമാണ് കേട്ടോ. ഉപ്പ് കലക്കി വെച്ചിങ്ങാണ്ടേ അതിൻ്റെ വെള്ളം ഒന്നുകൊണ്ട് ഒഴിച്ചു കൊടുത്തു. ചുട്ടിട്ട് മക്കളെ നിൽക്കാൻ പറ്റണില്ല, എന്താണ് ചൂട്. അതാ വെണ്ടക്ക കറിക്കുള്ള ഇവിടെ തളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
അതിലേക്ക് ആ വെണ്ടയ്ക്ക ഇട്ട് കൊടുത്താണ്ട് അതൊന്നിട്ട് തിളച്ച് കുറച്ച് നേരം ഒന്ന് വെന്താൽ അതിൻ്റെ പരിപാടി കഴിഞ്ഞു. താളിച്ചിലൊക്കെ ആദ്യം താളിച്ചിട്ടോ, ഇനി കറി വെന്തിട്ട് താളിച്ചൊന്നുമില്ല. നമ്മൾ കറി വെന്തതിൻ്റെ ശേഷമല്ലേ താളിച്ചാൽ, ഇവിടെ ഫസ്റ്റിൽ തന്നെ താളിച്ചും കണ്ടാണ് വെക്കണത്. ചിലപ്പോൾ ഞാൻ ഒരു ഇതിനൊക്കെ ഞാൻ ചിലപ്പോൾ വെന്തതിൻ്റെ ശേഷം അതിൻ്റെ ആ വാസന ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് താളിച്ചും. പിന്നെ ഇപ്പോൾ ഈ ചൂടിന് വല്ലാതെ ഒന്നും താളിച്ചും പൊരിച്ചൊന്നുമില്ല. ഭയങ്കര ചൂടാണ്, നിൽക്കാൻ പറ്റണില്ല. അപ്പോൾ എന്നും പറയണ മാതിരി തന്നെ എൻ്റെ കൂട്ടുകാർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്തോണ്ടി മക്കളെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ മക്കളെ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.